ഇതെന്താണ്? സ്മാർട്ട് ഫോൺ അല്ലേ? ഇതിന് 2 ഉപയോഗങ്ങളുണ്ടല്ലേ? 2 ഉപയോഗം, നല്ല വശങ്ങളുണ്ട്, മോശമായ വശങ്ങളുണ്ട്. ഏറ്റവും നല്ലോണം പഠിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം, നല്ല കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. അതേപോലെ ഏറ്റവും മോശമായ ആവശ്യത്തിനും ഇത് ഉപയോഗിക്കാം അല്ലേ? നമ്മൾ രാവിലെ എണീക്കുന്നു, എണീച്ച ഉടനെ പല്ല് തേക്കുന്നതിന് മുമ്പേ നമ്മൾ മൊബൈൽ നോക്കുന്നു. പല്ല് തേക്കുന്നതിന് മുമ്പേ നമ്മൾ മൊബൈൽ നോക്കുന്നു. ഇവിടെ നമ്മൾ ഡ്രസ്സെല്ലാം ഇട്ട് ജോലിക്ക് പോകുമ്പോൾ, യാത്രയിൽ നമ്മൾ മൊബൈൽ നോക്കുന്നു. അതേപോലെ നമ്മൾ ജോലി സമയത്ത് മൊബൈൽ നോക്കുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ നോക്കുന്നു. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ മൊബൈൽ നോക്കുന്നു. നമ്മൾ കുടുംബ സംഗമത്തിന് പോയാൽ അവിടെയും മൊബൈൽ നോക്കുന്നു. നമ്മൾ ഗെറ്റ് ടുഗദർ പാർട്ടിയിലേക്ക് പോയാൽ അവിടെയും നമ്മൾ മൊബൈൽ നോക്കുന്നു അല്ലെ? ഗെറ്റ് ടുഗദർ പാർട്ടിയിലേക്ക് പോയാൽ, ഗെറ്റ് ടുഗദർ പറഞ്ഞാൽ പരസ്പരം അടുപ്പിക്കുക എന്നാണ്. പക്ഷെ അവിടെയും നമ്മൾ അടുപ്പിക്കുന്നതിന് പകരം മൊബൈൽ നോക്കി ഏതോ ലോകത്തുള്ള ആൾക്കാരുമായി നമ്മൾ അടുക്കുകയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ മൊബൈൽ നോക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ നോക്കിയാൽ എന്ത് സംഭവിക്കും? നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മൊബൈൽ നോക്കും. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമ്മളുടെ ആമാശയം ഭക്ഷണത്തെ സ്വീകരിക്കുകയില്ല. ആമാശയം നമ്മളെ ഭക്ഷണത്തെ സ്വീകരിക്കുകയില്ല. നമുക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കാൻ പറ്റും, പക്ഷെ ആമാശയം സ്വീകരിക്കുകയില്ല. തൃപ്തി എന്ന് പറയുന്ന ഒന്ന് നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ 10 പ്ലേറ്റ് ഭക്ഷണം കഴിക്കും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ. കാരണം നമ്മളെ ബ്രെയിൻ ഡാമേജ് ആക്കിയാണ്. നമ്മളെ ബ്രെയിൻ ഡാമേജ് ആക്കിയാണ്. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. മറ്റുള്ള ജീവിയെ പോലെ ഒരു ജീവിയാണ്. കോൺഷ്യസ് ഇവല്യൂഷൻ നടക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. എല്ലാം കുടുംബക്കാരെല്ലാം കൂട്ടി ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം. കുട്ടികളെ ചില അമ്മമാർ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചെറിയ കുട്ടി 1, 2 വയസ്സുള്ള കുട്ടികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സോഫന്റെ മുകളിൽ പോയി കുട്ടിയെ ഇരുത്തും. കുട്ടികളെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റർബഡ് ഉണ്ടാവും. പക്ഷെ അതില്ലാതിരിക്കാൻ വേണ്ടി കുട്ടികളെ സോഫന്റെ മുകളിൽ ഇരുത്തി കുട്ടികൾക്ക് മൊബൈൽ നോക്കും. കുട്ടികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും, സ്ഥിരമായി നോക്കിക്കൊണ്ടേയിരിക്കും അല്ലേ? കുട്ടികൾ ഇങ്ങനെ നോക്കും. അങ്ങനെ കുട്ടി എന്താക്കും? ഭക്ഷണം കഴിക്കുമ്പോൾ നോക്കിക്കൊണ്ടേയിരിക്കും. എങ്ങനെയാ ഭക്ഷണം കഴിക്കേണ്ടത്? പഞ്ചേന്ദ്രങ്ങളെ റിലീസ് ചെയ്ത് ഭക്ഷണം കഴിക്കണം. പഞ്ചേന്ദ്രങ്ങളെ റിലീസ് ചെയ്തെടുക്കണം. നമ്മളെ നാവ് കൊണ്ട് രുചിച്ച് തൊട്ടു നോക്കി ഭക്ഷണം കഴിക്കണം. അതിൻ്റെ സ്മെല്ല്, അതിൻ്റെ എരിവ് എല്ലാം നമ്മളെ മുഖം കൊണ്ട് സ്മെല്ല് അറിഞ്ഞ് ഭക്ഷണം കഴിക്കണം അല്ലേ? നിങ്ങളെ വീട്ടിലുള്ള നായ്ക്ക് നിങ്ങൾ ഭക്ഷണം കുറച്ച് കൊടുത്തിട്ട് അതിൻ്റെ തലക്കൊന്ന് അടിച്ചു നോക്കാം. എങ്ങനെയുണ്ടാവും? അത് കടിക്കാൻ വരും. നമ്മൾക്ക് ദേഷ്യം വന്ന് നമ്മളെ കുരച്ചിട്ട് കടിക്കാൻ വരും. അതേപോലെ തന്നെ പൂച്ചയും. പൂച്ചക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ അടിച്ചു നോക്കിയാൽ അത് ഭയങ്കരമായ ദേഷ്യം വരും. അതിന് ഭയങ്കരമായ ദേഷ്യം വരും. കാരണം അത് 100% അറ്റൻഷനിലാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലേ? അനാദരവ് കാണിക്കുന്നില്ല. 100% അറ്റൻഷനിലാണ് മറ്റു ജീവികൾ ഭക്ഷണം കഴിക്കുന്നത്. മനുഷ്യൻ ഭക്ഷണത്തോട് അനാദരവ് കാണിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ നോക്കിക്കൊണ്ടേയിരിക്കും. നോക്കി കഴിക്കും, ഒരുപാട് കഴിക്കും. പക്ഷെ മൊബൈൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും തൃപ്തിയായി എന്ന് പറയാൻ പറ്റുകയില്ല. നിങ്ങൾ ആമാശയം അത് എനിക്ക് തൃപ്തിയായി എന്ന് ഒരിക്കലും പറയുകയില്ല. എന്താ തലച്ചോറ് സംഭവിക്കുന്നത്? നമുക്ക് 4 ഹോർമോൺസുകളുണ്ട്, ഹാപ്പി ഹോർമോൺസ്. ഡോപാമിൻ, സെറട്ടോൺ, എൻഡോർഫിൻ, ഓക്സിറ്റോസ്. ഈ 4 ഹോർമോൺ. ഒരു ഹോർമോണിനെ കുറിച്ച് ഞാൻ പറയാം. ഡോപാമിൻ എന്ന് പറയുന്ന ഹോർമോൺ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. നമുക്ക് 100 ബില്യൺ ന്യൂറോൺസുകളുണ്ട്. അതിൽ ഡോപാമിൻ എന്ന് പറയുന്ന ഹോർമോൺ ലോകത്ത് 40% ആൾക്കാർക്കും ബൂസ്റ്റിംഗ് ഹൈ ആണ്. ലോകത്ത് 40% ആൾക്കാർക്കും ബൂസ്റ്റിംഗ് ഹൈ ആണ്. കാരണം എന്താ? നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണ് ഞാൻ. നമുക്ക് എല്ലാവർക്കും ഡോപാമിൻ എന്ന് പറയുന്ന കെമിക്കൽ ബാലൻസിങ്, ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പ്രവർത്തനം, അതിന്റെ ബൂസ്റ്റിങ് 200 എന്ന് വിചാരിച്ചു സാധാരണ നിലയിൽ, ഒരു മനുഷ്യന്റെ സാധാരണ നിലയിൽ. പക്ഷെ നമ്മളെ കുട്ടികൾ ഒന്ന് കളിക്കാൻ പോയി, ഒന്ന് ഫുട്ബോൾ കളിക്കാൻ പോയി, ഇല്ലെങ്കിൽ അമ്മയച്ഛൻ്റെ കൂടെ കളിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഒന്ന് ടൂറ് പോകുമ്പോൾ, ഇല്ലെങ്കിൽ ഒന്ന് സൈക്കിൾ ചവിട്ടുമ്പോൾ, എന്തെങ്കിലും ഒന്ന് മറ്റു കുട്ടികളുമായി സംസാരിച്ചു കൊണ്ടേയിരിക്കുമ്പോഴും തമാശകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോഴെല്ലാം നമുക്ക് ബൂസ്റ്റിങ് കുറച്ച് കൂടും. 200-ൽ നിന്ന് 250 ഡോപാമിൻ ബൂസ്റ്റിങ് കൂടും. പക്ഷെ പിന്നെ നമ്മൾ
സ്ഥിരമായി നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ, ജങ്ക് ഫുഡ് ഒരു പ്രാവശ്യം കഴിക്കുന്ന കാര്യമല്ല, ഒരു ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ പറ്റും. നമ്മൾ ഹോട്ടലിൽ പോയിട്ടാകുമ്പോൾ നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം കഴിച്ചു, പിന്നെ ഒരു പ്രാവശ്യം കഴിച്ചു, സ്ഥിരമായി ആ ഫാസ്റ്റ് ഫുഡ് എനിക്ക് ചിക്കൻ ഇല്ലാതെ, എനിക്ക് ജങ്ക് ഫുഡ് ഇല്ലാതെ എനിക്കിത് പറ്റുകയില്ല, എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ല എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഡോപാമിൻ ബൂസ്റ്റിംഗ് ഹൈ ആവും. ഹൈ ആകുമ്പോൾ ഉണ്ടാവും വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും. വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും. നിങ്ങൾ സ്ഥിരമായി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ബൂസ്റ്റിംഗ് തന്നെയാണ് നിങ്ങൾ സ്ഥിരമായി മൊബൈൽ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്നത്. സ്ഥിരമായി നിങ്ങൾ ഗെയിമുകൾ കളിക്കുന്നു മൊബൈൽ ഫോണിൽ. പബ്ജി എന്ന് പറയുന്ന ഗെയിമിന് ഹൈ ബൂസ്റ്റിംഗ് ആണ്. എവിടെ MDMA-നെക്കാളും ബൂസ്റ്റിംഗ് ഹൈ ആണ് പബ്ജി എന്ന് പറയുന്ന ഗെയിമിൽ. MDMA-നെക്കാളും ബൂസ്റ്റിംഗ് ഹൈ ആണ്. അതുകൊണ്ട് കുട്ടികൾക്ക് നിങ്ങൾ മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളോട് അവരുടെ ബ്രെയിൻ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കൊയ്യുന്തോറും, ഓരോ ദിവസം സ്ഥിരമായി നമ്മൾ ഒരു പെപ്സി കുടിക്കുന്നു. ആ പെപ്സി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. സ്ഥിരമായി അത് എനിക്ക് വേണം, അത് വേണം എന്ന് ചിന്ത വരുമ്പോൾ ഇവിടെ ബൂസ്റ്റിംഗ് ഹൈ ആണ്. അതേപോലെ തന്നെ നമ്മൾ ഏത് ആക്ടിവിറ്റിയിലും എന്ത് പ്രവൃത്തിയിലും അത് നമുക്കില്ലാതെ പറ്റുകയില്ല എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അത് അഡിക്ഷനായി. ഇങ്ങനെ അഡിക്റ്റായി നമ്മൾ എന്താ അഡിക്ഷൻ ആകുന്നത്? എന്താണ് ഈ ഡോപാമിൻ? നമുക്ക് സന്തോഷം തരുന്ന ഒരു ഹോർമോണാണ്. ഡോപാമിൻ എന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷം തരുന്ന ഒരു ഹോർമോണാണ്. പെട്ടെന്ന് സന്തോഷം തരും. അതേപോലെ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകുന്നില്ലേ? കുട്ടികൾ സ്ഥിരമായി മൊബൈൽ ഉപയോഗിച്ചിട്ട് ബൂസ്റ്റിംഗ് കഴിയാൻ കുട്ടികൾക്ക് ബിഹേവിയർ ഡിസോർഡർ ഉണ്ടാവും. ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉണ്ടാവും. ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ മങ്കി മൈൻഡ്. കുട്ടികൾ അങ്ങോട്ടോടും കുറച്ച് ഇപ്പുറോടും, അങ്ങോട്ട് ഓടി കളിക്കും. കുട്ടി പിടിച്ചാൽ കിട്ടൂല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കും. അമിതമായി ഉപയോഗിച്ച് അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ സ്ഥിരമായി ഒരു 6-8 മണിക്കൂർ വരെ നിങ്ങൾ മൊബൈൽ കുട്ടികൾ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ കുട്ടികൾ ആൻസൈറ്റി, ഡിപ്രഷൻ ഉണ്ടാവും. ഡിപ്രഷൻ മാത്രമല്ല, നമ്മളെ റെസ്പോൺസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. കുട്ടികളുടെ മെമ്മറി ലോസ് ആവും. കുട്ടികൾക്ക് പഠിപ്പിൽ ശ്രദ്ധിക്കാൻ പറ്റാതാവും. കുട്ടികൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റാതാവും. കുട്ടികൾ പഴയതുപോലെ കളിക്കാതായി പോകും അല്ലേ? മണ്ണുവാരി കളിക്കുക, കുട്ടിങ്കോല് കളിക്കുക, ലതി കളിക്കുക, ഫുട്ബോൾ കളിക്കുക, ഇതിനൊന്നും കുട്ടികൾക്ക് സമയം ഉണ്ടാവില്ല. കൂടുതൽ ടൈമും മൊബൈൽ ഫോൺ മാത്രം നോക്കി കുട്ടികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. മറ്റുള്ള കളികളെല്ലാം നിർത്തും. അമ്മയും അച്ഛനോടുള്ള അടുപ്പങ്ങൾ കുറയും, കുടുംബക്കാരോടുള്ള അടുപ്പം കുറയും, സമൂഹത്തോടുള്ള അടുപ്പം കുറയും. എല്ലാം കുറഞ്ഞു വരും. കുട്ടികൾ വീട്ടിനകത്ത് മാത്രം ഒതുങ്ങിക്കൂടി മൊബൈലിൽ മാത്രം കളിക്കും. കുട്ടികൾക്ക് ഹാപ്പിനെസ് പെട്ടെന്ന് കിട്ടണം. സന്തോഷം നല്ല കിട്ടിയാൽ പെട്ടെന്ന് സന്തോഷം കൂടും. നമ്മൾ പെട്ടെന്ന് സന്തോഷം കിട്ടണം, പെട്ടെന്ന് ഡൗൺ ആവും. സ്ഥിരമായി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ ആ നോക്കുന്നത് നമുക്ക് സുഖം കിട്ടണമെങ്കിൽ നമ്മൾ ഇത്ര ഡോപാമിൻ പോരാ. ഈ ബൂസ്റ്റിംഗ് ഹൈ ആയി അവസാനം കുട്ടി ആൻസൈറ്റി, മേനിയ, ഹൈപ്പർമേനിയ, ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഇങ്ങനെ പോകും. അവസാനം ഡിപ്രഷൻ വരും അല്ലേ? ഡിപ്രഷൻ ദേഷ്യത്തിൻ്റെ ജ്യേഷ്ഠനാണ് ഡിപ്രഷൻ. ഡിപ്രഷൻ വന്നാൽ സൂയിസൈഡ് ടെൻഡൻസി, നേരെ സൂയിസൈഡ് ടെൻഡൻസിയിലേക്ക് പോകും. ഇതാണ് അവസ്ഥ. ഇതിനെ ഡീറ്റോക്സ് ചെയ്യണം. ഇതിനെ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഇതിനെ ഡോപാമിൻ ഡീറ്റോക്സ് ചെയ്യണം. എന്നെങ്ങനെയാണ് ഡീറ്റോക്സ് ചെയ്യല്? നമ്മൾ മൊബൈൽ ഫോണിന്റെ ഉപയോഗം ആവശ്യത്തിന് മാത്രം, പഠിക്കുന്ന ആവശ്യത്തിന് മാത്രം കുട്ടികൾക്ക് കൊടുക്കുക. വലിയവരും തന്നെ നിങ്ങളുടെ ജോലി ആവശ്യത്തിനും മറ്റ് പഠന ആവശ്യത്തിനും മാത്രം ഉപയോഗിക്കുക. അത് ഉപയോഗിച്ചതിന് ശേഷം മറ്റുള്ളത് ഇങ്ങനെ നോക്കി ഇങ്ങനെ ചിരട്ടുന്നത് വളരെ കുറവാ. നമ്മളൊക്കെ ലിംബിക് ബ്രെയിനും ഇമോഷണൽ ബ്രെയിനിൽ ഫോക്കസ് ചെയ്ത് ഒരു ലിംബിക് ക്യാപിറ്റലിസം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കുത്തക മുതലാളിത്തം പ്രവർത്തിച്ചും കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ വളരെയധികം സൂക്ഷിച്ചില്ലെങ്കിൽ ഇനിയും വർഷങ്ങൾ കഴിയും തോറും നമ്മൾ വലിയൊരു അപകടത്തിലേക്ക് സമൂഹം നീങ്ങുകയാണ്. അതുകൊണ്ട് കുട്ടികളെ കൊണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റി കുട്ടികൾ ചെയ്യുക, ഓടുക, കൂടുതൽ സമയം വായിക്കുക, മറ്റ് പ്രവർത്തികൾ ഏർപ്പെടുത്തുക. കുട്ടികളുടെ സ്കില്ലിനെ വളർത്തിയെടുക്കുക. ഇത് കുട്ടികൾ മാത്രമല്ല മൊബൈൽ ഉപയോഗിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്ന മുതിർന്നവരുമുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, പല ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെല്ലാം അധികം ഹോട്ടലുകളിൽ നമ്മൾ സ്ഥിരമായി കാണുന്നതാണ്. നിങ്ങൾ നോക്കിക്കോ, മനസ്സിലാവും. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണും ആരെല്ലാം മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ഹോട്ടലിൽ പോയാൽ അവിടെ 100 പേരിൽ 10 പേര് മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടാവും. 10 പേര് തീർച്ചയായിട്ടും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കും. അവർക്ക് അങ്ങനെ കഴിച്ചാൽ മാത്രമേ, ഒന്നുമില്ലെങ്കിൽ ഗ്ലാസ് ഇങ്ങനെ വെക്കും, എന്നിട്ട് മൊബൈൽ ഇങ്ങനെ വെക്കും, എന്നിട്ട് വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടും ഭക്ഷണം കഴിക്കും. എന്താ സംഭവിക്കുന്നത്? അവരോട് അഡിക്ഷനാണെങ്കിൽ, അഡിക്ഷനായ ആൾക്കാർ മാത്രമേ അങ്ങനെ മൊബൈൽ ഉപയോഗിക്കുകയുള്ളൂ. ഇത് മൊബൈൽ ഇല്ലാതെ എനിക്ക് പറ്റുകയില്ല, ഒരു സെക്കൻഡ് പോലും എനിക്ക് മൊബൈൽ മാറ്റി വെച്ച് ജീവിക്കാൻ പറ്റുകയില്ല എന്നുള്ളൊരു തോന്നൽ വന്നു.
ആ തോന്നൽ വരുന്ന ആ തോന്നൽ ഉണ്ടാവുന്ന സമയമാണ്, അവിടെയാണ് ഡോപ്പമിൻ ബൂസ്റ്റിംഗ് ഹൈ ആവുന്നത്. സാധാരണ ബൂസ്റ്റിങ്ങിനേക്കാളും ഹൈ ആയി ഡോപ്പമിൻ. ഈ ഡോപ്പമിൻ ബൂസ്റ്റിംഗ് ആകുമ്പോൾ എന്താവും, നമ്മളെ റെസ്പോൺസ് ഏറ്റെടുക്കുന്ന ബ്രെയിൻ ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. നമ്മളെ ഫ്രണ്ടൽ ലോബ് തിങ്കിങ് ബ്രെയിൻ ഡാമേജ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മളെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ബ്രെയിൻ ഡാമേജ് ആയിക്കും. അത് റെസ്പോൺസ് ഏറ്റെടുക്കുകയില്ല. അപ്പൊ ഏതൊരു വ്യക്തിയോടും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് സംസാരിക്കുക. ഹോൾഡ് ചെയ്താൽ മാത്രം പോരാ, നമ്മളെ ഡോപ്പമിൻ ഡീറ്റോക്സ് ചെയ്യാത്ത കാലത്തോളം നമുക്ക് ഈ ഫ്രണ്ടൽ ലോബിനെ നിയന്ത്രിക്കാൻ പറ്റുകയില്ല. അത് ഉറപ്പാണ്. നിങ്ങൾ സൂക്ഷിച്ചു.